ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കാട്ടോ. അപ്പം ചെറിയ മോക്കും ചെറിയൊരു പനി ഇതൊക്കെ ഉണ്ട്, വലിയ മോക്കും ഒരു ക്ഷീണം ഇതൊക്കെ, അപ്പം പനിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പം ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് ബ്ലഡിൻ്റെ അളവൊന്ന് നോക്കിക്കോളിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡൊക്കെ കൊടുത്തു. റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ താനൂക്ക് ഓരോ കുസൃതികൾ. അപ്പോൾ അവൾക്കെൻ്റെ ബാഗൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഷീറ്റ് കൊടുത്തൊക്കെ ഓയിമിലൊക്കെ ഒതുക്കി. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടാൻ ടൈമൊക്കെ ആയിട്ടോ. നമുക്കത് നോക്കട്ടെ, ആയിക്കോളും ചോദിക്കട്ടെ. അപ്പം നമുക്കൊക്കെ റെഡി ആയിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. എന്നിട്ട് ഞങ്ങൾ ഇന്ന് പല വക കെട്ടുണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് ആവശ്യമായ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, ഒരു പച്ചമുളക് രണ്ടായി കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്ത് അതിനുശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് ജാലിട്ട് ചതക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ചതക്കിയെടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പലവക കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുക്കറിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എരിവ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ. ഞങ്ങൾ കുറച്ച് എരിവ് കൂടുതൽ ടൈപ്പ്. അങ്ങനെ ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നാലേ നമുക്കൊരു ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പലവക്കാന്ന് പറയുമ്പോൾ നമ്മൾ കുറേ മസാലകളൊക്കെ ചേർത്താലേ നമുക്കൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് കുറച്ച് ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുണ്ടായപ്പം എപ്പോഴും ചേർക്കണമെന്നില്ല ബീഫ് മസാല. അപ്പം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച നമ്മളെ ഉള്ളി പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ ചേർക്കട്ടെ. അപ്പം അതൊക്കെ നമ്മളിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പ് ഇട്ടു. ഞാൻ 2-3 തണ്ടും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തണ്ടൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ ബീഫൊക്കെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനത് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. നല്ലോണം മിക്സാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്.
അപ്പം എനിക്ക് കുറച്ച് മല്ലിപ്പൊടി കുറവാണെന്ന് തോന്നിട്ടോ, അപ്പം ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഉപ്പ് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്, എന്നാലും കുറച്ച് സമയം വേവിക്കൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അടി പിടിക്കണ്ടല്ലോ വെച്ച് കണ്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ ബീഫൊക്കെ അവിടെ റെഡി ആയിട്ടോ, പല വക റെഡി ആയിട്ടുണ്ട്. ഈ നെയ്യ് ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ ആ വെള്ളം കേട്ടോ, നെയ്യാണ്. അപ്പം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ, അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ വെന്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇങ്ങനെ വേവിക്കട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അതേ നല്ലവണ്ണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കതിൽ കറിവേപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് അതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആരും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെ നല്ല കറിവേപ്പൊക്കെ നല്ല മൂത്തു നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കപ്പയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ, അസ്സലാമു അലൈക്കും.